ഉണ്ടാകേണ്ട അവസ്ഥയുണ്ടാകാത്ത ഒരു വിഭാഗമാണല്ലോ നമ്മുടെ ജുഡീഷ്യറി. ആ ജുഡീഷ്യറിയുടെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു പ്രശ്നം നമ്മുടെ സംസ്ഥാനത്ത് ജുഡീഷ്യൽ ഓഫീസേഴ്സിന്, ജഡ്ജിമാർക്കടക്കം താമസിക്കാൻ വാടക വീട് വരുത്തി പോകണം. അപ്പോൾ വാടക വീടിന് പോകുക എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക ദയാവായ്പിന് എരിയാകലാണല്ലോ. വീട് ഇദ്ദേഹത്തിന് അർഹതപ്പെട്ടതല്ല, മറ്റേയാൾക്ക് ദയുണ്ടെങ്കിലല്ലേ കൊടുക്കേണ്ടതായിട്ടുള്ളൂ. ഒരു ചെറിയ സ്വാധീനം ഇദ്ദേഹത്തിലേക്ക് വരാനിടയുണ്ടല്ലോ എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത്. ഇത് നമ്മുടെ സംസ്ഥാനത്ത് ഈ സംസ്ഥാനക്കാരനല്ലാത്ത ഒരു ചീഫ് ജസ്റ്റിസ് വന്നപ്പോൾ മുഖത്തടിക്കും പോലെ നമ്മളോട് ചോദിച്ചു, ഈ കേരളം എല്ലാ കാര്യത്തിലും വളരെ മെച്ചപ്പെട്ടതാണെന്ന് പറയുന്നു, പക്ഷേ ഇതെന്താണ് ഇങ്ങനെ? ഞങ്ങളെ സംസ്ഥാനത്തിലൊന്നും ഒരിടത്തും ഇങ്ങനൊരു അവസ്ഥയില്ല. എല്ലാവരുടെയും ജുഡീഷ്യൽ ഓഫീസേഴ്സ് സ്വന്തം ഘട്ടത്തിലാണ്. നിങ്ങളിവിടെ ഞങ്ങളിങ്ങനെ പരതി നടക്കണമല്ലോ, വാടകയ്ക്ക് വീടെടുക്കാൻ പരതി നടക്കണമല്ലോ. അപ്പം നമ്മുടെ പ്രയോറിറ്റികളിൽ വരുന്ന ഒരു വ്യത്യാസത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ സാധാരണ നമ്മുടെ നാട്ടിൽ ഈ നിലവിലുള്ള കാര്യത്തെ പറ്റിയാണ് ഇനി ഞാൻ പറയുന്നത്. വളരെ കൂടുതൽ സമയം എടുത്ത് പോകുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഇപ്പം സകല വിധ സൗകര്യങ്ങളോടും കൂടി താമസിക്കുന്നവരാണ് മന്ത്രിമാർ എന്നാണല്ലോ സാധാരണ ജനങ്ങളൊക്കെ കണക്കാക്കുന്നത്. അപ്പോൾ ആ മന്ത്രിമാർ താമസിക്കുന്ന ചില വീടുകളുടെ അവസ്ഥ നോക്കണം എന്താണെന്ന്. നിങ്ങൾ രാവിലെ ഇടേണ്ട ഷർട്ടൊക്കെ ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും ഇസ്ത്രീട്ടൊക്കെ വെക്കുമല്ലോ. അങ്ങനെ വെച്ചു എന്ന് വിചാരിക്കുക. കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാവും അതിൻ്റെ മേലെ ഒരു വെള്ളം വരുന്നു. ഏതാ വെള്ളം? മരപ്പെട്ടി മൂത്രമൊഴിച്ചതാണ്. നിങ്ങൾക്ക് സ്വന്തം കിടപ്പുമുറിയിൽ ഒരു ഗ്ലാസ് വെള്ളം വിശ്വാസത്തിൽ ഇങ്ങനെ വെക്കാൻ പറ്റില്ല. അതെടുത്ത് കുടിക്കാൻ അടച്ച് തന്നെ വെച്ചിരിക്കണം. പിന്നെ എപ്പോഴാണ് ഈ സാധനം ഇതിനകത്ത് വീഴുക എന്നുള്ളത് സംശയിക്കേണ്ട അവസ്ഥയാണ്. അങ്ങനെയുള്ള എത്ര വീടുകൾ നമുക്കുണ്ട്? ക്ലിഫ് ഹൗസ് ഏതായാലും അങ്ങനെയല്ലോ ഒന്നാണ്. ഈ പറഞ്ഞത് വേറെ എവിടെന്നെങ്കിലും കേട്ട അനുഭവമല്ല, എൻ്റെ അനുഭവത്തിലുള്ള കാര്യമാണ് പറയുന്നത്. നിങ്ങളെ ഈ തേച്ച് വെച്ച ഷർട്ടിനും മുണ്ടിലുമൊക്കെ ഈ പറയുന്ന മരപ്പെട്ടി മൂത്രം വന്നു വീഴും. അങ്ങനൊരവസ്ഥ. എത്രയോ കാലമായിട്ട് നിൽക്കുന്ന കെട്ടിടങ്ങൾ നമ്മൾ അറ്റകുറ്റപ്പണിക്ക് ഭയപ്പെട്ട് നിൽക്കുകയാണ്. നമ്മൾ വേണ്ടത്ര മുൻഗണന പലപ്പോഴും കൊടുക്കുന്നില്ല എന്നാണ് അവസ്ഥ.